السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മനുഷ്യരിൽ അധിക പേരും തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനു ആദമ ഖത്താഊൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. ആദം സന്തതികൾ തെറ്റ് ചെയ്യുന്നവരാകുന്നു. തെറ്റ് ചെയ്തവരിൽ ഏറ്റവും നല്ലവർ പശ്ചാത്തപിക്കുന്നവരുമാകുന്നു. പശ്ചാത്താപം, റിപ്പൻറ്റൻസ്, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാകുന്നു. അത് മനുഷ്യ മനസ്സിനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മെ അറിയിക്കുന്നുണ്ട്. വമാ ഉബരി നഫ്സി ഇന്നൻ നഫ്സ ലമ്മാറത്തു ബിസൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂർ റഹീം. ഞാൻ എൻ്റെ മനസ്സിനെ തെറ്റുകളിൽ നിന്നും ഒഴിവാക്കുന്നില്ല. തീർച്ചയായും മനസ്സ് ദുഷ്പ്രവർത്തിക്ക് ഏറെ പ്രേരിപ്പിക്കുന്നത് തന്നെയാകുന്നു. എൻ്റെ രക്ഷിതാവിൻ്റെ കരുണ ലഭിച്ച മനസ്സൊഴികെ തീർച്ചയായും അള്ളാഹു ഏറ്റവും പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാകുന്നു. മനുഷ്യന്മാരിൽ ഏറ്റവും സുന്ദരനായ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ വാക്കുകളാണിത് എന്ന് അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. നോട്ടോറിയസ് ക്രിമിനലായ കുപ്രസിദ്ധ കവർച്ചക്കാരനായിരുന്നു ഫുദൈൽ ഇബ്നു ഇയാദ്. അയാൾ ഒരു വീട് കൊള്ളയടിക്കുവാനും യുവതിയെ തട്ടിക്കൊണ്ടുപോകാനും തീരുമാനിച്ചു. ഇതിനായി വീടിൻ്റെ അകം നിരീക്ഷിക്കുമ്പോൾ ഒരു വൃദ്ധനായ ആൾ ഖുർആൻ പാരായണം ചെയ്യുന്നു. അലം യഅനില്ലദീന ആമനു അൻ തഖ്ശ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലു ഫതാല അലൈഹിമുൽ അമദ് വഖസത് ഖുലൂബുഹും വകസീറു മിൻഹും ഫാസിഖൂൻ. വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്കും അവതരിച്ചു കിട്ടിയ സത്യത്തിലേക്കും കീഴൊതുങ്ങുവാനും തങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കുവാനും സമയമായില്ലേ. അങ്ങനെ ആ വേദക്കാർക്ക് കാലം ദീർഘിച്ചു പോവുകയും തന്മൂലം അവരുടെ ഹൃദയങ്ങൾ കടത്തുപോവുകയും ചെയ്തു. അവരിലധികം ആളുകളും ദുർമാർഗികളായിരുന്നു. സൂറ ഹദീദിലെ ഈ ആയത്ത് കുപ്രസിദ്ധ കൊള്ളക്കാരനായ ഫുദൈലിൻ്റെ ഹൃദയത്തിൽ കൊണ്ടു. അദ്ദേഹം ഉടനെ പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ നിന്നോട് പശ്ചാത്തപിക്കുന്നു. ഉടനെ അയാൾ മക്കയിലെ മസ്ജിദുൽ ഹറമിനെ ലക്ഷ്യം വെച്ച് ധൃതിയിൽ പോവുകയാണ്. വഴിയിൽ ഒരു കൂട്ടം യാത്രക്കാർ അവർ പറയുകയാണ്, ശ്രദ്ധിക്കുക, ഫുദൈൽ എന്ന കൊള്ളക്കാരൻ്റെ സങ്കേതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഫുദൈൽ ഹറമിലെത്തി കുളിച്ചു വസ്ത്രം മാറ്റി പള്ളിയിൽ പ്രവേശിച്ചു. അദ്ദേഹം തേങ്ങിക്കരയുന്നുണ്ടായിരുന്നു. സംശുദ്ധമായ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. ഉയർന്ന് ആ കുപ്രസിദ്ധ കൊള്ളക്കാരൻ ഏറ്റവും മഹത്തായ മസ്ജിദ് ഹറമിലെ ഇമാമായി ഉയർത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല. കാരണം മറ്റൊന്നുമല്ല, സിൻസിയർ റിപ്പൻറ്റൻസ്, ആത്മാർത്ഥമായ പശ്ചാത്താപം. ഒരുപാട് തവണ കേട്ട കഥയാണ്. 99 ആളെ വധിച്ച ആൾ 100ാമത് ഉപദേശിച്ച ആളെയും കൊന്ന് വീണ്ടും മുന്നോട്ട് പോയി. താങ്കൾ താമസ സ്ഥലം മാറണമെന്നും നല്ല ആളുകളുള്ള സ്ഥലത്ത് പോയാൽ ഒരുപക്ഷെ താങ്കൾക്ക് നന്നാവാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു ആ സ്ഥലം ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര പുറപ്പെട്ട് യാത്രാമധ്യേ അദ്ദേഹം മരണപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ മലക്കുകൾ 2 വിഭാഗം അവിടെ ഇറങ്ങി. നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മലക്കും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മലക്കും. ആർ കൊണ്ടുപോകണമെന്നുള്ള തർക്കത്തിലായി. അള്ളാഹുവിൻ്റെ നിർദ്ദേശം, കൊലപാതകി പുറപ്പെട്ട സ്ഥലവും മരിച്ച സ്ഥലവും തമ്മിൽ അളക്കുക, ലക്ഷ്യസ്ഥാനവും അളക്കുക. ലക്ഷ്യസ്ഥാനമാണ് അടുത്തതെങ്കിൽ അവനെ സ്വർഗത്തിലേക്കും, മരണപ്പെട്ട സ്ഥലവും പുറപ്പെട്ട സ്ഥലവുമാണ് അടുത്തതെങ്കിൽ നരകത്തിലേക്കും. തൻ്റെ അടിമയോട് അങ്ങേയറ്റത്തെ കരുണയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോട് പറയുകയാണ്, ഭൂമിയെ, നീ വേഗത്തിൽ കറങ്ങുക. അവൻ്റെ അടിമയെ അവൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുകയാണ്. തെറ്റാണ് പ്രവർത്തിക്കുന്നതെന്ന് ബോധ്യമുണ്ടായിട്ടും അത് തനിക്ക് ദോഷം ചെയ്യുമെന്ന് ഉറപ്പുണ്ടായിട്ടും
അതിൽ നിന്നും സ്വന്തത്തെ രക്ഷപ്പെടുത്തുവാൻ കഴിയാതെ നമ്മൾ പറയാറ് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല എന്നാണ്. അത്തരം പ്രവണതകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.